ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ റുട്ടീനാണ് കേട്ടോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ഫുൾ ഡേ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാകും. കാരണം നമ്മളൊരു ദിവസത്തെ ഫുള്ള് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് മുന്നേ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് ഷൂട്ട് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് സമയവും വേണ്ടി വരും. എന്നാലും മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടും പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ടോ എന്നും കൂടെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അല്ലാതെ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് കിട്ടിയാൽ അത്രയും നല്ല കാര്യം എന്നാണ് ഞാൻ വിചാരിക്കാറ്. അപ്പം ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. ഫാൻ ഇട്ടേക്കുന്നതാണ്. ഇവിടെ ബാംഗ്ലൂർ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫാനൊന്നും ഇടാതെ നമുക്ക് ഇരിക്കാനേ പറ്റില്ല. ഫാൻ ഇട്ടാലും ചൂട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൗണ്ട് കൊണ്ടാണ് കേട്ടോ. അതൊന്ന് നിങ്ങൾ ക്ഷമിച്ചേക്കാം. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കിച്ചണിൽ വന്ന് ചോറൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരുന്നത് തിളയ്ക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചു. വെള്ളം കുടിക്കാനായിട്ടുള്ളതൊക്കെ തിളപ്പിച്ചു. അപ്പം ഞങ്ങൾ എഴുന്നേൽക്കുന്ന ഒപ്പം തന്നെ പാത്തു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ സോഫയിൽ വന്ന് കിടന്നപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടി ഒന്ന് ഉറക്കി. അപ്പോൾ അമ്മയാണെങ്കിലും ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റ് വന്നു. അരിയാനുള്ളതൊക്കെ അരിഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞു തരുവാണ് കേട്ടോ. ഇന്ന് തീയൽ വെക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുള്ളി വേണം. അപ്പോൾ അങ്ങനെ അമ്മ വന്നു അതൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അരിഞ്ഞ് തന്നിട്ട് എന്തായാലും എഴുന്നേറ്റതല്ലേ, ഇനിയിപ്പോൾ അരിഞ്ഞ് തന്നിട്ട് പോയി കിടന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ അരിഞ്ഞൊക്കെ തന്നിട്ട് പിന്നെ പോയി കിടന്നു. കാരണം പിന്നെ എനിക്ക് ചെയ്യാനായിട്ടുള്ള ജോലികളേ ഉള്ളൂ. രാവിലത്തെ കുക്കിംഗ് അല്ലേ, അതിപ്പം നമ്മൾ തന്നെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് തേങ്ങ ചിരണ്ടിയതില്ലെന്ന് മനസ്സിലായത്. പിന്നെ തേങ്ങയൊക്കെ പൊട്ടിച്ച് വെച്ച് അതൊന്ന് ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. സാധാരണ എപ്പോഴും ഞാൻ 2 തേങ്ങയെങ്കിലും ചിരണ്ടി ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ ഫുഡിൻ്റെ ഓർഡറൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലവ് കൂടുതലാണ്, തേങ്ങയൊക്കെ പെട്ടെന്ന് ചിലവാകുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തേങ്ങയും കൂടെ ചിരണ്ടി. അപ്പം അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി ഫ്രീസറിലൊക്കെ വെച്ചു. പിന്നെ ഇതാ തീയൽ വെക്കാനായിട്ട് തുടങ്ങി. പിന്നെ ചെറുപയർ ഇന്ന് തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറുപയർ തലേന്ന് തന്നെ ഞാൻ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതിലേക്ക് കുക്കർ എടുത്തിട്ട് അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുത്ത് അതിൻ്റെ മീതെ കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടിയിട്ട് വിസിലും കൂടി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ, അതിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് വെന്ത് കുഴഞ്ഞു പോകരുത്, കാരണം തോരനല്ലേ വെക്കുന്നത്. അതേസമയം പയർ കറിയാണെങ്കിൽ നമുക്ക് വെന്ത് പോയാലും പ്രശ്നമില്ല. ഇത് ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നന്നാവില്ല. അപ്പോൾ ഒരു 2 വിസിൽ അടിക്കുമ്പോൾ തന്നെ നന്നായിട്ടത് വെന്തിട്ടുണ്ടാകും കേട്ടോ, കുതിർന്ന ചെറുപയറാണെങ്കിൽ. അങ്ങനെ അത് അവിടെ വേവാനായിട്ട് വെച്ചു. പിന്നെ ഇത് അമ്മ കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞ് തന്നായിരുന്നല്ലോ തീയൽ വെക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റാനായിട്ട് പോകണം ചട്ടിക്കകത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് അത് നമ്മൾ കൊച്ചുള്ളിയൊക്കെ വഴറ്റി അതിലേക്ക് പടവലങ്ങയും മുരിങ്ങയ്ക്കയും പൊട്ടറ്റോയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ തീയൽ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ജിമ്മിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഞാനാണെങ്കിൽ 1 കപ്പ് ജീരകവെള്ളം കുടിക്കുകയായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന്. അങ്ങനെ ജീരകവെള്ളമൊക്കെ കുടിച്ചിട്ട് പതുക്കെ അടുക്കളയിലേക്ക് വന്നതാണ്. ഇനിയിപ്പം ചെറുപയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 3/4 കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, ഒരു കൊച്ചുള്ളി, ഒരു വലിയ കൊച്ചുള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളക്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഈ പച്ചമുളക് നല്ല എരിവായിരുന്നു കേട്ടോ. അപ്പോൾ മേടിച്ചതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല സത്യത്തിൽ എനിക്ക് എരിവ് എന്തേരം കാണുമെന്ന്. ഒരു മുളക് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ 1.25 ഇട്ട് ഇത്തിരി ഒരു ശകലം ഒരു പൊടിക്ക് എരിവ് കൂടുതലായിരുന്നു. അപ്പം അവനവൻ്റെ എരിവിനനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ പച്ചമുളകിൻ്റെ അളവിൽ. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചെറുപയറൊക്കെ ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെന്തുടഞ്ഞു പോയിട്ടില്ല, പക്ഷെങ്കിൽ അത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലിട്ട് വിപ്പ് ചെയ്തെടുക്കുകയാണ് തേങ്ങ നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് തീയലിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ ഞാനിതാ വറുത്ത് വെക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രാവിലെ എളുപ്പമുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. പിന്നെ എല്ലാം വഴറ്റി അതിലേക്ക് ഈ അരപ്പ് ചേർത്താൽ മതി. അപ്പോൾ തീയലൊക്കെ രാവിലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഇങ്ങനെ വറുത്ത് വെക്കുവാണെങ്കിൽ ഭയങ്കര ഈസി ആട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തീയൽ കേൾക്കുമ്പോഴേ നമുക്ക് ഒരുപാട് ജോലിയാണെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ തീയലിന് വേണ്ടിയിട്ട് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയൊക്കെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ തീയൽ നമ്മളതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരച്ച് വെച്ച തേങ്ങയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതൊന്ന് വാർത്തിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് ചോറ് റെഡിയായി കിട്ടും.
അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറുപയർ തോരൻ വെക്കാനായിട്ട് ഒരു പാത്രം വെച്ച് അത് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു അര സ്പൂണോളം ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിരിപ്പുണ്ടായിരുന്നു. തീയലിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തക്കൂട്ട് കുറച്ച് കൊച്ചുള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-12 കൊച്ചുള്ളി അരിഞ്ഞതും 2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. കൊച്ചുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്കൊന്ന് വഴറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ സവോളയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/4 സ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഫുള്ളായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പയർ തോരനൊക്കെ നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ പയർ തോരനൊക്കെ റെഡിയായി, കുക്കിങ് അത്യാവശ്യം കറികളും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പാത്തുവിന് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും രാവിലെ കഴിച്ചിട്ട് പോകാനും വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാവ്. അപ്പോൾ ഇതാ അങ്ങനെ ചപ്പാത്തി പാത്തുവിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ന്യൂട്രലയും കൂടെ തേച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിച്ചോളും. അതല്ലാന്നുണ്ടെങ്കിൽ വല്ല ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ചപ്പാത്തി കഴിക്കുക. ചിക്കൻ അല്ലെങ്കിൽ പനീർ, ഇത് രണ്ടും ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ. അങ്ങനെ പാത്തുവിന് വേണ്ടി മാത്രമുള്ള ഒരു 3-4 ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി. പിന്നെ ദിനുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് സ്മൂത്തിയാണ്. ഓട്സ് ബനാന സ്മൂത്തി അല്ലെങ്കിൽ ഓട്സ് ആപ്പിൾ ബനാന സ്മൂത്തി. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം. അങ്ങനെ സ്മൂത്തിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചിയാ സീഡ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 1 സ്പൂൺ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടാണ് ഇത് ഒന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്കും ഒരു അത്യാവശ്യം ഒരു തണുപ്പും കൂടെ വരുമ്പോഴാണ് നമുക്കിത് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റായിട്ട് തോന്നുക. അങ്ങനെ അതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ദിനുവിന് ഓഫീസിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഓംലേറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദിനു കുറേ നാളായിട്ട് റൊട്ടിയൊക്കെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പം ചോറ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീയലൊക്കെ ഉണ്ടെങ്കിൽ ചോറ് ഉണ്ണാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചോറാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജോവാർ റൊട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനാണെങ്കിലും ഇന്ന് കൂടുതലും ഫ്രൂട്ട്സാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ എൻ്റേതാണെങ്കിലും അധികം ഫുഡ് ഉണ്ടാക്കേണ്ട പണികളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ കുക്കിങ്ങിൻ്റെ പരിപാടിയും വരുന്നില്ല. അപ്പോൾ ഇതാ ദിനുവിന് ചോറ് കൊടുത്ത് വിടാനായിട്ടെല്ലാം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. തീയൽ, ചോറ്, ഓംലെറ്റ്, അതുപോലെ പയർ തോരൻ. ഇത്രയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ദിനുവിനുള്ള ലഞ്ച് ബോക്സൊക്കെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ചോറ് ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് കഴിക്കാതെ ഇരുന്ന് ചോറ് കഴിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യും. ചോറ് ഒഴിവാക്കുന്നത് മാക്സിമം നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കഴിക്കാനായിട്ടുള്ളൊരു തോന്നലും വരത്തില്ല കേട്ടോ. അപ്പോൾ ആ പാത്തൂസിനെ ഉറക്കമൊക്കെ എണ്ണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അമ്മയും അച്ഛനും കൂടെ. അപ്പോൾ അതുകൊണ്ട് പാത്തുവിൻ്റെ പരിപാടികളൊന്നും അധികം ബുദ്ധിമുട്ടില്ല. എനിക്കിപ്പം അവളുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കോളും. പിന്നെ ദിനം ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായി വന്ന് സ്മൂത്തിയൊക്കെ കുടിച്ചിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പാത്തുവിനെ ആണെങ്കിൽ ഇനി കഴിക്കാനായിട്ട് വിളിക്കണം. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഒന്ന് കഴിപ്പിച്ചൊന്ന് റെഡിയാക്കി വിടാനാണ് കേട്ടോ ഏറ്റവും പാട്. അപ്പോൾ പാത്തുവിൻ്റെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുന്നത് കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു, അതുപോലെ കാഷ്യൂനട്ട്, പിന്നെ ന്യൂട്രലയ വെച്ചിട്ട് റോൾ ചെയ്ത് ചപ്പാത്തിയും കൂടിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതാണ് പാത്തുവിൻ്റെ ടിഫിൻ ബോക്സ് കേട്ടോ. ലഞ്ച് അവൾ വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ദിനമൊക്കെ പോയി കഴിഞ്ഞിട്ടിതാ പാത്തു സ്കൂട്ടറിൽ വന്ന് റോള് ചപ്പാത്തി ന്യൂട്രല റോള് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ റെഡിയാക്കിയാൽ മതി. അങ്ങനെ ഒരു എളുപ്പമുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് അവളുടെ തലയൊക്കെ കഴുകി കുളിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അവൾ റെഡിയായി സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഞാനും അവളുടെ കൂടെ പോകുന്നുണ്ട്. കാരണം എനിക്ക് കടയിലേക്ക് പോകാനായിട്ടുണ്ട്, സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ട്. പിന്നെ അവളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ഞാനും അച്ഛനും കൂടെ കടയിലൊക്കെ പോയി പച്ചക്കറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതെല്ലാം വാങ്ങി തിരിച്ചിതാ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലെത്തി ലിഫ്റ്റ് കയറാനായിട്ട് ഇതാ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ ഉള്ള ദിവസമാണ്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളതും അല്ലാത്ത പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ആപ്പിളും ബനാനയും അതുപോലെ സീഡ്സ്, നമ്മുടെ ഡ്രൈ നട്ട്സ് അതെല്ലാം ഇട്ടിട്ടുള്ള ഓട്സാണ്. അപ്പം ഓട്സ് ഞാൻ തലേന്ന് രാത്രിയിൽ സോക്ക് ചെയ്ത് ഇതെല്ലാം കൂടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് മാത്രം രാവിലെ കട്ട് ചെയ്തിട്ടു. അപ്പോൾ അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പിന്നെ പഴവും പയറുമാണ് കേട്ടോ. അപ്പോൾ പയർ ഉച്ചക്കത്തേക്കിനും ഉണ്ടാക്കിയത് രാവിലെ പുട്ടിൻ്റെയും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ അതാണ് അച്ഛൻ്റെ അമ്മയുടെയും ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടിന് ഞാൻ നനച്ച് വെച്ചിട്ട് പോയി. അമ്മ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അത് ഉണ്ടാക്കിയായിരുന്നു. ഞാൻ അച്ഛനും കൂടി ആയിരുന്നല്ലോ പോയത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് മേടിച്ച പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ അതാത് സ്ഥാനത്തൊന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മളൊരു ഓർഡർ അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ജോലി വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ അതിനെക്കുറിച്ചൊരു ചിന്തയില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജോലി തീരാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ആലോചിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യണമെന്ന്, അതനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പച്ചക്കറിയൊക്കെ എടുത്ത് ഞാൻ കറക്റ്റായിട്ട് വെച്ചു. പിന്നെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയൊക്കെ വാങ്ങിച്ചിരുന്നതൊക്കെ ഞാനൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഉപ്പുവെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും അത് നല്ലോണം മഞ്ഞളൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് ഞാനത് ഉണക്കിയെടുക്കും. എന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഇലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കും. ഫാനും കൂടി ഇട്ട് വെച്ചിട്ട് കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് ഡ്രൈ ആക്കും. ഡ്രൈ ആയതിന് ശേഷമാണ് പിന്നെ ടിന്നിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പോയാലും ഒരാഴ്ച ഇത് ഒട്ടും വ്യത്യാസമില്ലാതെ ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും. ഒരാഴ്ച അല്ല 2 ആഴ്ചയൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കിങ്ങനെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഷീറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് വിരിച്ച് ഹോളെല്ലാം ക്ലിയർ ചെയ്തു. അവിടെ ഇവിടെ നിരന്നിടുന്ന സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് വെച്ച് എല്ലാം വൃത്തിയാക്കി ഒന്ന് നീറ്റാക്കിയിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം വൈകിട്ടത്തേക്ക് നമുക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാ ജോലികളും തീർത്തിട്ടുണ്ട്. പിന്നെ തുണി കഴുകാനായിട്ടും മടക്കാനായിട്ടും ഉള്ളതൊക്കെ അമ്മ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ വീണ്ടും കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഓർഡറിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടല്ലോ, നമുക്ക് സമയം വെറുതെ കളയാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറികൾ പതുക്കെ വെക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാനായിട്ട് പോകണം കേട്ടോ. വെജിറ്റബിൾ കുറുമ, അതുപോലെ ചിക്കൻ സ്റ്റൂ, ഇടിയപ്പം, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഓർഡർ. അപ്പോൾ അതിന് എന്തൊക്കെയായിട്ട് അച്ഛൻ പാത്തുവിനെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവളൊരു 1:45 ആകുമ്പോഴത്തേക്കും വരും. വന്നു കഴിഞ്ഞ് പിന്നെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ചോറുണ്ടാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും പാത്തും കൂടെ ഒന്നിച്ചിരുന്നാണ് ഉച്ചയ്ക്ക് കഴിക്കുക. അവൾ വന്നു കഴിഞ്ഞ് അച്ഛനും അമ്മയും കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഉച്ചയ്ക്കത്തെ ഫ്രൂട്ട്സ് നേരത്തെ കഴിച്ചായിരുന്നു കേട്ടോ. അത് ഷൂട്ട് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ വിട്ടുപോയി. പിന്നെ ഇതാ അച്ഛനാണെങ്കിൽ തീയലും പയർ തോരനും പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, തലേന്നത്തെ മോരുകറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി പാത്തും അച്ഛനും അമ്മയും കൂടെ ചോറുണ്ടു. പിന്നെ ഞാനിത് ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വെജിറ്റബിൾസ് ഞാൻ നേരത്തെ തന്നെ ഒന്ന് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റൂവിനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ അച്ഛൻ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിലും എല്ലാം അരിഞ്ഞ് സവോളയും ഇതിലെല്ലാം അരിഞ്ഞൊക്കെ തരുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറേയധികം ഹെൽപ്പ് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി വെച്ചതൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതെന്നും ഒരു ഡേ ഫുള്ളായിട്ട് ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുന്നതെന്നും ടയേർഡാവില്ലേ, മടുപ്പ് തോന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് മടുപ്പായിട്ട് തോന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങൾ കാണും. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എന്തായാലും കുറച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ എഫേർട്ടൊക്കെ ഇട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ മടുപ്പ് തോന്നിയിട്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ മടുപ്പ് തോന്നി മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോവില്ല. നമ്മൾ എവിടാണോ എന്താണോ ആയിരിക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെ തുടരാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴോട്ട് പോകും. അതേസമയം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉയർന്ന് വരാനായിട്ട് പറ്റും. അപ്പം എനിക്ക് പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈമൊക്കെ മാനേജ് ചെയ്ത് നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് വേണ്ടിയിട്ടും കൂടെ സമയം കണ്ടെത്തണം എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്താൽ പോരാ, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടെ സമയം ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പോലെ ഇരിക്കും ഓരോരുത്തരുടെ ഓരോ ദിവസങ്ങളും. അപ്പോൾ നമ്മുടെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ടും കൂടെ സമയം ഉണ്ടാവണം മസ്റ്റായിട്ട്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മളൊരു പോസിറ്റിവിറ്റി കൊണ്ട് നടക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. രാവിലെ എല്ലാവരും അലാമൊക്കെ വെച്ചിട്ട് കിടക്കുമായിരിക്കും, പക്ഷേങ്കിൽ അത് ഓഫ് ചെയ്യും. ഇപ്പോൾ 5 മണിക്ക് അലാം വെക്കുവാണെങ്കിൽ 5 മണിയാകുമ്പോൾ അത് ഓഫ് ചെയ്ത് പിന്നെ 10 മിനിറ്റും കൂടെ നമ്മളത് വെക്കും. സ്നൂസ് ചെയ്തും അത് ഇങ്ങനെ നീണ്ടു പോകും. അതേസമയം ആദ്യത്തെ അലാം അടിക്കുമ്പോൾ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കാം എന്നൊരു പോസിറ്റീവ് മൈൻഡോട് കൂടി എണീറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷേങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച കുറച്ച് ബുദ്ധിമുട്ടിയാലും പിന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര
എന്താ പറയുക എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ എണീറ്റ് ശീലിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനത് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അത് പറയുന്നത് വീണ്ടും വീണ്ടും. അപ്പോൾ രാവിലെ എണീറ്റ് ശീലിക്കുക. അങ്ങനെ രാവിലെ എണീക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, രാത്രി നേരത്തെ കിടക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് രാവിലെ ഒരു ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാണ്ട് എണീറ്റ് നല്ല ഫ്രഷ് ആയിട്ട് ഒരു ദിവസം തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് സമയം എന്ന് പറയുന്നത്. ആ ഒരു സമയം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്കിഷ്ടപ്പെട്ട ഇപ്പോൾ എനിക്കെന്ന് പറയുന്നത് കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കുക്കിംഗ് തന്നെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും ചെയ്യുന്ന സമയത്ത് ഒരു മടുപ്പ് തോന്നാറുമില്ല. അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് മടുപ്പ് തോന്നാത്തത് കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതാ ചിക്കൻ സ്റ്റൂ റെഡിയാക്കി, വെജിറ്റബിൾ കറി റെഡിയാക്കി, പിന്നെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടിയപ്പം ആണെങ്കിലും കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ച് പാക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം എനിക്ക് ഇപ്പം രാത്രിയിലാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞായിരുന്നു എനിക്കിപ്പോൾ സൂംബ ഉള്ളത് രാത്രിയിലാണ്, ഞാൻ വർക്കൗട്ടിന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പാക്ക് ചെയ്ത് ഡെലിവറി ചെയ്തതിന് ശേഷം വേണം എനിക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകാനായിട്ട്. കാരണം ദിനു ലേറ്റായിട്ട് വരുന്നത് കൊണ്ട് ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞു. കാരണം ഇനി ദിനു വന്നിട്ട് ഓടിപ്പിടിച്ച് അത് കൊടുക്കാനായിട്ട് പോകണ്ടല്ലോ. ഇപ്പോൾ ആണെങ്കിൽ അച്ഛനും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതാ ഫുഡ് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ റെഡിയായി കേട്ടോ. സൂംബയ്ക്ക് തിരിച്ച് വന്നാൽ ഉടനെ പോകണം. കാരണം പിന്നെ സമയമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അച്ഛനെയും കൂടെ കൂട്ടി എല്ലാവർക്കും കൊടുക്കാനായിട്ട് പോയി. അപ്പോൾ പാത്തുവാണെങ്കിൽ അവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനിടയ്ക്ക് എൻ്റെ ഡിന്നറും കഴിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ മാറ്റും വെള്ളമൊക്കെ എടുത്തിട്ട് സൂംബയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. സൂംബയ്ക്കൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് ഞാൻ വരുന്നത് ഒരു 9:30 9:40 ആ ഒരു ടൈം ആകുമ്പോഴാട്ടോ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റിലായിട്ടുണ്ടാവും. പിന്നെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നാൽ മതി. അപ്പം അതിന് മുന്നേ തന്നെ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ അത് തന്നെയായിട്ട് ഞാനൊരു വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഇതാ March 13 പാത്തുവിൻ്റെ 5th ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് വീക്ക് ഡേയിൽ വരുന്നതുകൊണ്ട് വീക്കെൻഡിൽ ജസ്റ്റ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തൊന്ന് ചെറിയൊരു സെലിബ്രേഷൻ പോലെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെയും നമ്മൾ വിളിച്ചിട്ടുമില്ലായിരുന്നു. നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ അവളെ ഹാപ്പിയാക്കി. അതുപോലെ തന്നെ പിന്നെ March 13 ഒരു വീക്ക് ഡേ ആയിരുന്നുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് മാത്രം, അവൾക്ക് ബാർബി കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ബാർബി കേക്ക് വാങ്ങി അതും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഉള്ളായിരുന്നു പാത്തുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.